ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ, ഉച്ച വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ അടുക്കള ആകെ മെസ്സായി കിടക്കുകയാണ്. ഇന്ന് ഒരു ലീവുള്ള ദിവസമാട്ടോ, ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും സ്കൂളിലൊന്നും പോകണ്ട. നമ്മൾ രാവിലെ പൂരിയും അതിലേക്ക് ബാജിയും ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂരിക്കുള്ള മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇവിടെ നേന്ത്രപ്പഴം മുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഞാനിവിടെ പൂരിക്ക് മാവ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി, പിന്നെ അതിലേക്ക് ഇച്ചിരി റവ, ഇത്രയേ ഉള്ളൂ എടുത്തിട്ട്, പിന്നെ ഉപ്പ് നമ്മുടെ പച്ചവെള്ളത്തിലാട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത്തിരി എണ്ണയാക്കിയിട്ട് അതൊന്ന് മാവര് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ഫസ്റ്റ് പൂരി തന്നെ കേട്ടോ വീഡിയോ എടുത്തത്. അത് തന്നെ നല്ല രീതിയിൽ, മിക്കവാറും ഫസ്റ്റ് പൂരി ഒന്നും റെഡിയായി കിട്ടാറില്ല. ഇത് തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് ബാജി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനൊരു സവാള, പച്ചമുളക്, നമ്മുടെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. അധികം ഒന്നും ഞങ്ങൾ എരിവിടാറില്ല, കുട്ടികൾ കഴിക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇതാട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച നമ്മുടെ കിഴങ്ങ്, അത്രയേ ഉള്ളൂ. ബാജി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ, പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കാൻ മറന്നു കേട്ടോ. അത് പിന്നെ ഞങ്ങൾ കടുക് പൊട്ടിച്ചിട്ടു കേട്ടോ. ഫസ്റ്റ് അതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ ഇതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചതച്ചതാട്ടോ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വ്യൂസ് കുറവാണ്, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതിലേക്ക് ആകെ വേണ്ട മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെ, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പില, എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തട്ടിക്കൂട്ട് നെയ്ച്ചോറ് പച്ചരി വെച്ചിട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ നിന്ന് ചിക്കൻ കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഒരു 1-2 ദിവസത്തിന് കറി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി വെക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചത്. ഇതാ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന പാത്രങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം തന്നെ ക്ലീനാക്കി ഇട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങളിത് അവിടെ ക്ലീനൊക്കെ ആക്കി ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചയ്ക്കുള്ള പണിയൊക്കെ ഒരു 11:30 ഞങ്ങൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതപ്പോൾ സമയത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. അവിടെ അവൾ കഴുകിയ പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വെക്കുക കേട്ടോ. പിന്നെ അവൾ നമ്മുടെ വേസും എല്ലാ കാര്യങ്ങളും നമ്മുടെ അതിൻ്റെ ടൈൽസ്, മുകളിലത്തെ ടൈൽസൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കുകയാണ്. നമ്മുടെ നെയ്ച്ചോറിനും ചിക്കനും പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കാനും ഒക്കെ വേണം ഉള്ളി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അവളെല്ലാം നല്ലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട്. അപ്പം ഇന്ന് ലീവുള്ള ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ടാട്ടോ ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒക്കെ പെട്ടെന്ന് ആക്കൂട്ടോ സ്കൂളിലേക്ക്. നിഷുവിനും പോകണം, അവൾക്കും പോകണം. അപ്പോൾ പെട്ടെന്ന് കറികളും ചോറും എല്ലാം ആക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നത് കേട്ടോ. ഞങ്ങളവിടെ ക്ലീനൊക്കെ ആക്കിയിട്ട് പിന്നെ ചിക്കന് ചെറുതായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രേവി രൂപത്തിൽ അധികം വെള്ളം അല്ലാത്ത ടൈപ്പിലാട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നമ്മുടെ ഉള്ളി ഇതൊക്കെ വന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങളിതാ അവിടെ നമ്മുടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ടിൻ്റെ അടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്, ഗ്യാസിലല്ല. അപ്പോൾ രാവിലത്തെ പൂരിയുടെ എണ്ണയാട്ടോ, അതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലധികം കറുത്ത കളറൊന്നും വരില്ലല്ലോ, ഫ്രഷ് എണ്ണയാണ്, ഓയിലാട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ജസ്റ്റ് അതൊന്ന് അധികം വേണ്ട, ചെറിയ പീസല്ലേ. അപ്പോൾ പിന്നെ വല്ലാണ്ട് വേവിച്ചാൽ പറ്റ ഉടഞ്ഞു പോവും. ചെറുതായിട്ട് നമ്മളൊന്ന് ഇങ്ങോട്ട് 2-3 മിനിറ്റ് അത്രേ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 നേരം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ, ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിലാട്ടോ നമ്മൾ ചോറ് വയ്ക്കാറ്, നെയ്ച്ചോറ്. അപ്പോൾ അത് ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഗരം മസാല,
ഞങ്ങൾ ഗരം മസാല കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രൂപത്തിൽ നമ്മളത് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാറാട്ടോ. ഞങ്ങൾക്ക് അടിപൊളിയായി കിട്ടാറുമുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ലാതെ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഇവിടെ ഉള്ളി വഴറ്റുക കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ സാധാ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി, ഒരു 2-3 തക്കാളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ ചിക്കനും കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇതാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.